ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നോർത്തു ഞാൻ. ശരിക്കും ഞാൻ ഇന്നലെ ഇത് ഓർത്തതാണ്, പക്ഷേ രാവിലെ എണീറ്റപ്പോൾ മറന്നുപോയി. ഞാൻ മിക്ക വീഡിയോസ് ഇങ്ങനെ തന്നെയാണ്, എടുക്കണമെന്നൊക്കെ വിചാരിക്കും, പിന്നെ ഒന്നീ മൂഡ് പോവും, അല്ലെങ്കിൽ ഞാൻ മറന്നു പോവും. സോ ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഞാൻ UK വന്നിട്ട് എനിക്ക് കൂടുതലും അസൈൻമെൻറ്റ്സ്, പ്രസൻറ്റേഷൻ, ലേണിംഗ് പോർട്ട്ഫോളിയോസ് ഒക്കെ ആയിരുന്നു വയ്ക്കാനുള്ളത് ഓരോ സബ്ജക്റ്റിലും. പക്ഷേ ഈ മൊഡ്യൂളിൽ ഒരു എക്സാം ഉണ്ട്. സോ ഈ മൊഡ്യൂൾ മീൻസ് എനിക്ക് ഒരു മൊഡ്യൂളിൽ എക്സാം ഉണ്ട്. ആ എക്സാം ഇന്നാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി എങ്ങനെ പോകുന്നു നമുക്ക് ഒരുമിച്ച് നോക്കാം. ഞാൻ പകുതി റെഡി ആയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി നമുക്ക് റെഡിയാവും. ഞാൻ മിക്കപ്പോഴും ഐലൈനർ എഴുതുമ്പോൾ ഒരു സൈഡ് ഒരുപോലെയും ഒരു സൈഡ് കറക്റ്റായിട്ടും ഒരു സൈഡ് തെറ്റിയും പോവും. ഇന്ന് ഇങ്ങനെ വരണം നോക്കാം. ഈ സൈഡ് പോലെ തന്നെ തെറ്റിയിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഇപ്പം തന്നെ രണ്ട് ദിക്കിലോട്ട് പോയി. ഇത് കട്ടിയായിപ്പോയി, കട്ടി കുറഞ്ഞു പോയി. എനിക്കിനി വഴി ശരിയാക്കാൻ ഇത് മതി. ഞാൻ കൊണ്ടാണ് ബാഗിൻ്റെ അകത്തെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ പേഴ്സ് ഇടയ്ക്ക് പുറത്ത് പോയതുകൊണ്ട് അപ്പോൾ തന്നെ വേറൊരു ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് പറക്കിയെടുക്കട്ടെ. യൂണിവേഴ്സിറ്റിയിലോട്ട് തിരിക്കട്ടെ. ഓൾ സെറ്റ് ടു ഗോ. എൻ്റെ വാച്ച് കാണുന്നില്ല, കുറേ നോക്കി ഞാൻ. ഇനി എനിക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ വലിയ സമയമില്ല. പോകണം, ക്ലാസ്സിൽ പോകണം. ആദ്യം ലൈബ്രറിയിലോട്ടാണ് പോകണം. അപ്പോൾ ഓക്കെ, ബൈ. നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തുകൂടെ വണ്ടി പോകുന്ന സൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. റെയിൻകോട്ട് എടുത്തു, കാരണം മഴയുണ്ട്, മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്, വലുതല്ല. പക്ഷേ ഇതെങ്ങാനും വലിയ മഴ ആയിക്കഴിഞ്ഞാൽ പെട്ടുപോകും. അത് ഞാൻ ബാഗിൽ റെയിൻകോട്ട് ഇട്ട് കൊടുത്തു, കാരണം എൻ്റെ ലാപ്ടോപ്പ് അതിനകത്താണ്. സോ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോവാം. സ്റ്റോപ്പിലോട്ട് എത്തി. ഇപ്പം ശ്രുതി ഒന്നീ ഇവിടെ കാണും, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ മീറ്റ് ചെയ്യുന്നിട്ട് ഒരുമിച്ച് ലൈബ്രറിയിലേക്ക് പോകും. ഇതാണ് ശ്രുതി. ശ്രുതി ഇന്ത്യയിൽ നിന്നാണ്. ചുമ്മാ ചിരിക്കുകയാണ്. ബട്ട് ഷീ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മലയാളം ലിറ്റിൽ ബിറ്റ്. Shruti, talk something in Malayalam. എവിടെ the only word she knows is എവിടെ. ഓക്കെ, അപ്പോൾ ഞാൻ പോട്ടെ. ഞങ്ങൾ ആക്ച്വലി ബസ്സിൽ ആദ്യം കയറി, എന്നിട്ട് ഇറങ്ങി. അപ്പോൾ ഓർത്തേക്ക് ഇത് ലൈബ്രറി നിർത്തും, പിന്നെ തിരിച്ച് കയറി. ഈ ബസ് ഞങ്ങൾ ഫ്രണ്ട്സിന് ഫ്രീ ആട്ടോ, ഫ്രീ ബസ്. ഇപ്പോൾ ഞാൻ എന്താ യൂണിവേഴ്സിറ്റി ലൈബ്രറി എത്തിയിട്ടുണ്ട്. അകത്ത് കയറി പോയിരുന്നു പഠിക്കട്ടെ. ഒരു 2.5 hours കൂടെ ഉണ്ട് എക്സാമിന്. അത് പഠിച്ച ശേഷം നേരെ 1 മണിക്ക് എക്സാം ഹോളിലേക്ക് പോകും. ലൈബ്രറി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കും. എൻ്റെ ഫ്രണ്ട്സ് കൂടെ വരാനുണ്ട്. അവരോട് വന്ന ശേഷം പിന്നെയും പഠിക്കും, എന്നിട്ട് എക്സാമിന് പോകും. ഹലോ ഗൈസ്, ഇതാണ് അലീന. ഹായ് ഗൈസ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അയ്യോ, അയ്യോ. ഹലോ ഗൈസ്, ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങി ഹാസ്റ്റലിലോട്ട് വന്ന് സാധനം വാങ്ങാൻ. എക്സാമിന് എനിക്ക് വീട്ടിടാൻ പറ്റിയില്ല, കാരണം ഞാൻ അത്ര സ്ട്രെസ്സിലായിപ്പോയി. അത് ഞാൻ പിന്നെ പറയാം. അതിപ്പം ഞാനും അലീനയും കൂടെ ഹാസ്റ്റലിലോട്ട് വന്നിട്ടുണ്ട്. അലീന ഇവിടെ എവിടെയോ തെണ്ടിപ്പറക്കി നടപ്പുണ്ട്, എവിടെയാണെന്ന് എനിക്ക് അവിടെ കണ്ടുപിടിക്കണം. ഞാൻ വീട്ടിലെത്തി ഗൈസ്. പക്ഷേ എനിക്ക് വിചാരിച്ച പോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ മൂഡ് മൊത്തം പോയ കാരണം ഞാൻ എടുത്തില്ല വീഡിയോസ്. എക്സാമിന് കയറുന്നതിന് മുന്നേ ഞങ്ങൾക്കൊരു A4 സൈസ് പേപ്പറിൽ സാധനങ്ങൾ എഴുതി വയ്ക്കാം. എല്ലാം അല്ല, തിയറീസ് എന്തെങ്കിലും നമുക്ക് മറന്നു പോകുന്നുള്ളതൊക്കെ നമുക്ക് നോട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചാൽ എൻ്റെ A4 സൈസ് പേപ്പർ എനിക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റണില്ല. ഞാൻ എടുക്കണതും ബ്ലാങ്ക് ആയിട്ട് വരുന്നു. പിന്നെ അവസാനം നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ പറ്റുമ്പോഴത്തേക്ക് സ്റ്റക്ക് ആവത്തില്ല. അതായത് എൻ്റെ ഇന്നത്തെ അവസ്ഥ. ഞാൻ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വല്ലാണ്ടായിപ്പോയി. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ ഇപ്പോൾ വന്നിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഡ്രസ്സ് മാറി ഇപ്പോൾ ഇറങ്ങിയതല്ലോ. ഇപ്പോൾ ഞാൻ ഇച്ചിരി കുഴപ്പമില്ല, ഓക്കെ. ഇതൊരു ഹാഫ് പോലും ഇല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിപ്പോയി. പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യും, കുഴപ്പമില്ല.
ഇത് ഷിഫ്റ്റിന് പോയിട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒക്കെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അവളിപ്പോൾ ഇപ്പോഴല്ലേ എത്തി, രാവിലെ എത്തി. ഞാൻ ഇറങ്ങിയപ്പോൾ എത്തി. പിന്നെ ഇപ്പോൾ എണീറ്റ് അവൾ ഫുഡ് ഉണ്ടാക്കുന്നു. ഞാൻ ഇനി എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അല്ലാതെ എനിക്ക് ഇന്നത്തെ ഡേ ലൈഫ് ഒന്നുമില്ല. വിചാരിച്ചൊന്നും എനിക്ക് എടുക്കാനും പറ്റിയില്ല, ചെയ്യുമെന്ന് വിചാരിച്ചൊന്നും ചെയ്തുമില്ല. മൊത്തത്തിൽ കുളം ആയൊരു ദിവസം. പിന്നെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ജയിക്കണേന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ കുറച്ചുകൂടെ എന്തെങ്കിലും കാണിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് നല്ല തലവേദനയാണ്, എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ കിടക്കാൻ നോക്കും. ഇത്രയും മതി ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. വല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിപ്പോയി ശരിക്കും. അങ്ങനെ ഇപ്പം വീഡിയോ എടുക്കാതെ ഇന്ന് എക്സാം ഡേ ഇൻ മൈ ലൈഫ് ഇടാന്നും പറഞ്ഞെടുത്തപ്പോൾ ഇത്രയും നല്ലൊരു ഡേ ആയി മാറും. ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. അയ്യോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ കുറച്ചിട്ട് ഉറങ്ങാൻ പോവാണ്. ഇപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഞാൻ ഇനി കുറച്ചുകൂടെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. ഇതൊരുമാതിരി വല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഓക്കെ, ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും വീഡിയോ അല്ലെങ്കിൽ കണ്ടൻറ് ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. എൻ്റെ അടുത്ത് എപ്പോഴും 2-3 മാസം മുന്നേ ആരോ എന്നോട് ഇവിടുത്തെ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ച് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ വീഡിയോ എടുക്കാനുള്ളൊരു മൂടില്ലായ്മ കാരണം ഞാൻ ഒന്നും എടുത്തില്ല. ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.